ഈ പൂവ് വിരിയേണ്ടതാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് വിരിഞ്ഞില്ല. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂമിങ് ഫ്ലവർ ആണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ അല്ലേ? വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. ചെയ്ത് വന്നൊരു ഫൈനൽ സ്റ്റേജൊക്കെ കവറായപ്പോഴാണ് ചെറുതായിട്ട് പണി കിട്ടിയെന്നൊക്കെ മനസ്സിലായത്. അപ്പം ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ചു. വേറെ ഏതെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്തിടാം. ഏതായാലും ഇതുവരെ ചെയ്തതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനത് മേക്കപ്പ് ചെയ്തെടുത്തു കേട്ടോ. പ്രോബ്ലം എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ക്രേപ്പ് പേപ്പറാണ് കേട്ടോ. പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഗ്രീൻ പോർഷൻ ചെയ്യാനായിട്ട് നമുക്ക് ക്രേപ്പ് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ സാധാരണ കളർ പേപ്പർ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതാണ് എൻ്റെ പ്രോബ്ലം പറ്റിയത്. ഇതിന് തീരെ കട്ടി കുറവാണ്. നമ്മൾ ഈ ഗ്രീൻ പോർഷൻ എടുക്കുന്ന പേപ്പർ കുറച്ച് കട്ടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു പെറ്റൽസിനെ താങ്ങി നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പെറ്റൽസ് ശരിക്കും ഹോൾഡ് ചെയ്ത് നിൽക്കാത്തത് കൊണ്ടാണ് ഫസ്റ്റത്തെ ട്രയൽ ഇത് വിരിയാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തം ചേഞ്ച് ചെയ്തു, എല്ലാ ഗ്രീൻ പോർഷനും ചേഞ്ച് ചെയ്ത് വീണ്ടും പെറ്റൽസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഗ്രീൻ പോർഷൻ ഒരു കട്ടിയുള്ള പേപ്പറിൽ ഞാൻ ഒട്ടിച്ചു. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി മാറി. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ഗ്രീൻ പോർഷൻ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അത് പെറ്റൽസ് ഹോൾഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. കട്ടിയുള്ള പേപ്പർ ഒട്ടിച്ചപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ പെറ്റൽസൊക്കെ വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ട് നടുക്ക് സെൻറ്റർ പോർഷനിൽ ഒരു യെല്ലോ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. 2 ലീവ്സും കൂടി കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൂമിങ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രാഫ്റ്റ് ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും വീഡിയോസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ.